ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KS മെന്റർ. എല്ലാവർക്കും ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഭാഗമായി നടക്കുന്ന ഫ്രീ വീഡിയോ ഇനിഷ്യേറ്റീവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നല്ലേ, അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോൾ എങ്ങനെ 75 ദിവസം കൊണ്ട് LSCS ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാം, സ്ട്രാറ്റജീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സിലബസ് നോക്കിയ പലർക്കും കറണ്ട് അഫെയർ എന്നുള്ളൊരു വിഷയത്തെ പറ്റി പല സംശയങ്ങളുണ്ടാവാം. എങ്ങനെ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കറണ്ട് അഫെയർ എന്നുള്ളൊരു ഭാഗത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം പ്രധാനമായിട്ടും ഈ കറണ്ട് അഫെയറിനെ ഡീകോഡ് ചെയ്യുക. നമ്മളിത് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഈ എക്സാം ഇൻ പെർട്ടിക്കുലർ LSCS പോലെ SI, എക്സൈസ്, ഇപ്പം നമ്മുടെ കറൻ്റ്ലി വന്നിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ആസ്പിറൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ പ്രൈമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ശ്രദ്ധയോടെ കേൾക്കുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ വി വിൽ മൂവ് ഇൻ ടു ദിസ് വീഡിയോ. ഹൗ ടു ഡീകോഡ് കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ ഡീകോഡിങ് കറണ്ട് അഫെയർസ്. ആദ്യമായിട്ട് നമുക്ക് ഏതൊരു ആസ്പിറൻ്റ് ആണെങ്കിലും നമ്മൾ അറിയേണ്ടത് എന്താ, കറണ്ട് അഫെയർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സിലബസിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, വ്യക്തമായി മാർക്ക് ചെയ്തിട്ടുണ്ടോ, അതിനെന്തെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടോ, ഈ ഒരു ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് വന്ന സിലബസിൻ്റെ നമുക്ക് എല്ലാവർക്കും സിലബസ് ലഭ്യമായല്ലോ. അപ്പോൾ സിലബസിൽ കറണ്ട് അഫെയർ എന്ന ഭാഗമായിട്ട് വല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് സിലബസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മുടെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറിൻ്റെ വൺ ഓഫ് ദി കവറ്റഡ് പോസ്റ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, IBPS പോലും എക്സാം പോലെ എഴുതാതെ നമുക്ക് അസിസ്റ്റന്റ് മാനേജർ ആവാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മെയിൻ സിലബസിൽ നിങ്ങളിത് കാണുന്നുണ്ടോ, ലൈക്ക് കറണ്ട് അഫയേഴ്സിന് 15 മാർക്സ് ആണ്, 15 മാർക്കാണ് കറണ്ട് അഫെയർ എന്നുള്ളൊരു ഭാഗത്തിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സിമിലർലി അടുത്ത ഒരു എക്സാം നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ, അതിൻ്റെയും മെയിൻസ് എക്സാമിനേഷന് കറണ്ട് അഫെയർ, ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കറണ്ട് അഫെയറിന് 8 മാർക്കാണ്. നിങ്ങൾ ആലോചിക്കണം, 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയ്ക്ക് 8 മാർക്കാണ് അത് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റു പരീക്ഷയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഒരുപാട് പേര് എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരു എക്സാമാണ്. ആ സബ് ഇൻസ്പെക്ടറിന് നമുക്ക് ഏകദേശം 5 മാർക്കാണ് കറണ്ട് അഫെയറിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദ വെരി നെക്സ്റ്റ് എക്സാം ഇസ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറിയുടെ മെയിൻസ് എക്സാമിന് ഏകദേശം കറണ്ട് അഫെയറിന് 15 മാർക്ക് വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, എത്ര മാർക്കാണ്? 15 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മെയിൻസിന് കറണ്ട് അഫെയറിലുള്ള വെയിറ്റേജിനെ കുറിച്ചാണ്. ഇനി ഇത് മാത്രമല്ല, പ്രിലിംസിൽ എങ്ങനെയാണ് കറണ്ട് അഫെയർ? പ്രത്യേകിച്ച് ഒരു വെയിറ്റേജ് ആണോ, അതോ ഇൻകോർപ്പറേറ്റ് ചെയ്ത് സബ്ജക്റ്റിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താണോ കൊടുത്തിരിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ പ്രിലിംസ് കണ്ടോ, കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഓരോ സബ്ജക്റ്റിൻ്റെയും കൂടെ താഴെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്ലസ് കറണ്ട് അഫെയർ റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക്, കറണ്ട് അഫെയർ റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക്. ഇതിപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗമാണ്, ഇത് ജോഗ്രഫിയുടെ ഭാഗമാണ്. ലൈക്ക് വൈസ് കോമൺ ഡിഗ്രി പ്രിലിംസിന് നമ്മൾ സിലബസ് നോക്കുമ്പോൾ മിക്ക മേജർ സബ്ജക്ട്സിൻ്റെ താഴെ ഇങ്ങനെ കറണ്ട് അഫെയർ, അതാത് സബ്ജക്റ്റിൻ്റെ റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടുള്ള എല്ലാ കറണ്ട് അഫെയറിനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയധികം സിലബസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ ഏകദേശം ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഈ എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ കറണ്ട് അഫെയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇത് പേടിക്കേണ്ട ഒരു സാധനമാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ പഠിക്കണം എന്ന് അറിയാതെ ഇരിക്കുകയാണോ നിങ്ങൾ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങനെ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് നോക്കാം. സോ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കറണ്ട് അഫെയർ എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും തന്നെ ലൈവായി നടക്കുന്ന എല്ലാ സംഭവങ്ങളെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ, ആനുകാലികമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും. ഇപ്പോൾ പക്ഷേ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, വേൾഡിൽ നടക്കുന്നുണ്ട് അല്ലേ. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ? ഇതെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? അതിൻ്റെയൊക്കെ എന്തെങ്കിലും നെസസിറ്റി നമുക്കുണ്ടോ? ഇല്ല. നമുക്ക് ആസ്പിറൻസിന് ആക്ച്വലി കറണ്ട് അഫെയർ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ കറണ്ടായിട്ട് നമ്മുടെ പേപ്പറിൽ ഇപ്പോൾ ക്രിട്ടിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ
ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി ആയ ഇന്ത്യയിൽ പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് ഒരു ന്യൂസ് വരികയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഹോട്ട് ടോപ്പിക് ആണ്. ഓൾ ത്രൂ കുറേ അധികം കാലം എന്താണ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും. അതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ, മുമ്പുള്ള പ്രസിഡന്റ് ഇലക്ഷൻസിന്റെ ന്യൂസ് സ്നിപ്പെറ്റ്സ് വരാം, അല്ലെങ്കിൽ പ്രസിഡൻസിനെ കുറിച്ച് വരാം, കാൻഡിഡേറ്റ്സിനെ കുറിച്ച് വരാം, വോട്ടിംഗ് റെപ്രസെന്റേഷൻസിനെ കുറിച്ച് വരാം. അങ്ങനെ പലതരത്തിൽ ആ ടോപ്പിക്കിനെ ആസ്പദമാക്കി വരാം അല്ലേ. ഇത് വേൾഡ് ന്യൂസിലും ഫേമസ് ആയിരിക്കാം, ബിക്കോസ് വി ആർ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി, റൈറ്റ്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്താണ് ഈ ന്യൂസിൽ നിന്ന് നോക്കേണ്ടത്? നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ സിലബസിൽ ഡിഗ്രി ലെവൽ എക്സാംസിൽ പോളിറ്റി എന്നുള്ള സബ്ജക്റ്റിൽ പ്രസിഡന്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്തായാലും എലക്ഷൻ ഓഫ് പ്രസിഡന്റ് പഠിക്കാനുണ്ടാവും. അപ്പം നമ്മുടെ ഈ ന്യൂസിൽ നിന്ന് നേരെ നമ്മൾ ലിങ്ക് ചെയ്യുക. എങ്ങോട്ട്? നമ്മുടെ സ്റ്റാറ്റിക് ഭാഗത്തേക്ക് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയാണ് ബ്രഷപ്പ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ ലൈവ് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ്. സോ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ പ്രോസസ്സ് എന്താണ്, ആ വോട്ടിങ്ങിൻ്റെ രീതികൾ എങ്ങനെയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കറണ്ട് അഫയറിൽ നിന്ന് നമ്മുടെ സ്റ്റാറ്റിക് സിലബസിലേക്ക് മാപ്പ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും കൂടും. അതിൽ നിന്ന് എന്തായാലും ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ വരും, ബിക്കോസ് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നമുക്കത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇത് പോളിറ്റിയുടെ കേസിൽ. ഇതേപോലെ ജനറൽ സ്റ്റഡീസിലെ മിക്ക സബ്ജക്റ്റ്, ഇപ്പോൾ എക്കോണമി വരുവാണെങ്കിൽ അല്ലെങ്കിൽ ജോഗ്രഫി വരുവാണെങ്കിൽ ഒക്കെ സിമിലർ ലൈൻസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ റീസെന്റ് എക്സാമ്പിൾ നമ്മുടെ ജനുവരി 1 ജപ്പാനിലെ എർത്ത് ക്വേക്കിന്റെ കാര്യം നോക്കാം. അപ്പം നമ്മളത് വായിക്കുമ്പോൾ, നമ്മൾ ഓൾ ത്രൂ ഇപ്പം ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എർത്ത് ക്വേക്ക്. അപ്പം നമ്മൾ എങ്ങനെയാണ് നേരെ അത് മാപ്പ് ചെയ്തത് എങ്ങനെയാണ്? സിലബസിൽ നമ്മൾ മൂവ്മെന്റ് ഓഫ് എർത്തിൽ ഒക്കെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന എർത്ത് ക്വേക്കിന്റെ ഭാഗവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യിക്കാൻ തുടങ്ങും. അപ്പോൾ എർത്ത് ക്വേക്കിന്റെ ഭാഗമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്ന രീതി, റിച്ചർ സ്കെയിൽ, മെക്കാലി സ്കെയിൽ, അതേപോലെ എർത്ത് ക്വേക്ക് ഉണ്ടാവുന്ന കോഴ്സസ് അല്ലെങ്കിൽ എർത്ത് ക്വേക്കിന്റെ വേവ്സിനെ കുറിച്ച്, ബോഡി വേവ്സ്, സർഫസ് വേവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. സോ സിമിലർലി ഈ കറണ്ട് ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ എങ്ങോട്ട് ലിങ്ക് ചെയ്തത്? നമ്മുടെ സിലബസിലെ സ്റ്റാറ്റിക് ഭാഗവുമായിട്ട് ലിങ്ക് ചെയ്ത്. കൂടാതെ ഈ ലൊക്കേഷൻസ് നമുക്ക് പിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലൊക്കേഷൻ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം, ഇന്ന സ്ഥലം എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ അതും നമുക്ക് കറക്റ്റായിട്ട് കറണ്ട് അഫയറിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗമായിട്ട് കിട്ടുന്നതാണ്. എക്കോണമിയുടെ കാര്യമാണെങ്കിൽ സിമിലർ ലൈൻസിൽ ഇപ്പോൾ GDP ആണെങ്കിൽ, ഇപ്പോൾ ബഡ്ജറ്റ് വരികയാണെങ്കിൽ ഒക്കെ കറണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ബട്ട് ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റിക് അല്ലെങ്കിൽ അണ്ടർലൈൻ കോൺസെപ്റ്റ്സ് ഒക്കെ എവിടെയാണ്? നമ്മുടെ സ്റ്റാറ്റിക് ഭാഗത്താണ്. ഇനി ഇങ്ങനെ എല്ലാ കറണ്ട് അഫെയറിനും ഈ ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടില്ല. ഓക്കെ, പക്ഷേ ചില കറണ്ട് അഫെയർ നമുക്ക് മഗപ്പ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. പക്ഷെ അവർക്ക് പ്രത്യേകത? കോസ്റ്റ് ടു ബെനിഫിറ്റ് കൂടുതലാ. അതായത് അത് പഠിച്ചാലും നമുക്ക് വലിയ നഷ്ടം വരില്ല, നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്തരത്തിലൊരു പ്രധാന ഏരിയ ആണ് നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നുള്ള ഭാഗം. പക്ഷേ ഇത് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡേറ്റ ഉണ്ട്. ലൈക്ക് ഇഷ്ടംപോലെ അവാർഡ്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. അവിടെയാണ് നിങ്ങൾക്ക് എക്സാം എക്സ്പേർട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറ്. അവർക്ക് ഓവർ ദ ടൈം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തും കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൻ്റെ കാര്യം നോക്കുകയാണ്. ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഈവൻറ്റ്സ് നടക്കുമല്ലോ എപ്പോഴും. ഇപ്പോൾ ലെറ്റസ് മോസ്റ്റ് പോപ്പുലർ ഇവന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒളിമ്പിക്സ് നോക്കാം. അപ്പോൾ ഒളിമ്പിക്സ് പ്രീവിയസ് ആയിട്ട് എവിടെ നടന്നു, ഇപ്പം നടന്നത് എവിടെയാണ്, ഇനി നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഈ ഒരു 3 കോമ്പിനേഷൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്തായാലും മസ്റ്റാണ്. ഇതുപോലെ സിമിലർ ലൈൻസിൽ വേറെ ഈവൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ, പോപ്പുലറായിട്ടുള്ള ഈവൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ, സ്പോർട്സ് അവാർഡ്സ് ഉണ്ടെങ്കിൽ മുമ്പുള്ള റെസിപ്പിയൻ്റ് ആരാണ്, ഇപ്പോൾ കിട്ടിയത് ആർക്കാണ്, ലിറ്ററേച്ചർ ആണെങ്കിൽ ലിറ്ററേച്ചർ അവാർഡ്സ് ആണെങ്കിലും സിമിലർ ലൈൻസിൽ തന്നെ നമ്മൾ പഠിക്കുക. സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് നമുക്ക് മഗപ്പ് ചെയ്യേണ്ട
ഒരു അത്യാവശ്യം ഈ ഒരു സെക്ടറിലുണ്ട്. പക്ഷേ അത് ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ബിക്കോസ് എന്താ, നമുക്ക് കൈൻഡ് ഓഫ് മാർക്സ് അഷ്യൂർഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ബേസിക്കലി കറണ്ട് അഫെയർ പഠിക്കുന്നതിൻ്റെ കീ എന്താണെന്ന് വെച്ചാൽ ആ കറണ്ട് അഫെയറിൻ്റെ നേച്ചർ അനുസരിച്ച് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കറണ്ടായിട്ട് ജനറൽ സ്റ്റഡീസ് ഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കറണ്ട് അഫെയർസിനെ കറക്റ്റായിട്ട് നമ്മൾ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ ഭീതിയോടെ നോക്കാതെ എന്താ, നമുക്ക് പഠിക്കാനുള്ള സ്റ്റാറ്റിക് ഭാഗത്തേക്ക് മാപ്പ് ചെയ്ത് ആ ഭാഗം പഠിക്കുക എന്നുള്ളതാണ്. സോ ബാക്കി നിങ്ങൾ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ പഠിക്കാൻ പിന്നെ എന്തായിരിക്കും നമുക്ക് ആകെ ബാക്കിയുള്ളത്? ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ മാത്രമേ ഉള്ളൂ. സോ അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് വലിയ ടാസ്ക് ഒന്നുമല്ലോ. ഇത്രയും വലിയ സിലബസ് പഠിച്ചെടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ചെറിയ ഭാഗം പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു ഭാഗം മാത്രം മഗപ്പ് ചെയ്താൽ നിങ്ങളുടെ മെയിൻലി ആയിട്ടുള്ള മെജോറിറ്റി ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം തന്നെ മാറിക്കിട്ടും. ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ ഈ ലിങ്കിങ്ങിൻ്റെ കാര്യം, അതിൽ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കഴിഞ്ഞ വർഷം കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ വാസ് അബൌട്ട് നാഷണൽ പാർട്ടി. ഓക്കെ, ഈ നാഷണൽ പാർട്ടി ലൈക്ക് ആം ആദ്മി പാർട്ടിയുടെ കേസൊക്കെ ആയിട്ട് എന്താണ്, എപ്പോഴും പേപ്പറിൽ ഈ നാഷണൽ പാർട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് ന്യൂസ് ആയിരുന്നു. അവർക്ക് റെക്കഗ്നീഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ അവരെ നാഷണൽ പാർട്ടിയായിട്ട് അംഗീകരിച്ചില്ല, അങ്ങനെയുള്ള ടോക്സ് ആയിരുന്നു. അതിൻ്റെ നല്ല വശങ്ങൾ, ചീത്ത വശങ്ങൾ. സോ നാഷണൽ പാർട്ടീസ് എന്താണ് ഓൾ ത്രൂ ആ ഒരു സമയത്ത് എന്താ ഹോട്ട് ടോപ്പിക് ആയിരുന്നു. സോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മളിത് പോളിറ്റിയിൽ പഠിക്കുന്നതുമാണ്. ആൻഡ് ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിമിലർ ലൈൻസിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈക്ക് 31/23 അതിൻ്റെ അകത്ത് ചോദിച്ചാൽ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി. ഇത് എവിടെ നിന്നാണ്? നമുക്ക് കറണ്ട് അഫെയറിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റൊരിടത്ത് കുറച്ചുകൂടെ കോൺസെപ്ച്വൽ രീതിയിലാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇവിടെ എന്താ ഡയറക്റ്റ് ഹിറ്റായിട്ടുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഇത് രണ്ടും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പൊളിറ്റിയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുമുണ്ട്, കറണ്ട് അഫെയറിൻ്റെ രീതിയിൽ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നുമുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇനി സിമിലർലി സൈക്ലോൺസ് നമുക്കറിയാം, എല്ലാ വർഷവും ഇഷ്ടം പോലെ എന്താണ് സൈക്ലോൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അംഫാൻ, ദീദി അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ സൈക്ലോൺസ് എന്താണ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാ, ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ കുറിച്ചായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇപ്പോൾ പേപ്പറിൽ വരുവാണെങ്കിൽ സൈക്ലോണിൻ്റെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ വരാം. പക്ഷേ നമുക്ക് ജോഗ്രഫിക്കാർക്ക് എന്താണ് ആ സൈക്ലോണിൻ്റെ കോസ് എങ്ങനെയാണ്, അത് എന്ത് സൈക്ലോൺ ആണ്, അത് എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ ആ സൈക്ലോൺ എന്നുള്ളൊരു ടോപ്പിക്ക് ന്യൂസിലുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാറ്റിക് ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ജോഗ്രഫിയുടെ കോൺസെപ്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ അതാണ് ഇതാ ട്രോപ്പിക്കൽ സൈക്ലോണിനെ കുറിച്ച് ഏതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ എന്താ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. കറണ്ട് അഫെയറിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ലിങ്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് റിവിഷനാണ് നടക്കുന്നത്, അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതാണെങ്കിലോ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഠിച്ചു വെക്കുക തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ദാ പത്മശ്രീ അവാർഡ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഏത് വർഷമാണ് കിട്ടിയത്, അല്ലെങ്കിൽ 50th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ കാര്യം വന്നത്, അതേപോലെ സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്, ഇതൊക്കെ എന്താണ് നമുക്ക് മഗപ്പ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചേ ചെയ്യൂ. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താ കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് ഹിറ്റാ, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഒരു പടി മുമ്പിലേക്ക് എത്തുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എക്കോണമിയുടെ കേസിലാണെങ്കിൽ അതും അതെ 31/23 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് കറക്റ്റ് അബൌട്ട് ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് കോവിഡ് പാൻഡമിക്കിനെ ആസ്പദമാക്കി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ ഒരുപാട് തവണ ന്യൂസിൽ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഡെഫിനറ്റ്ലി ഇതെല്ലാം എവിടെ മാപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാറ്റിക് സിലബസിൽ മാപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സെക്ടേഴ്സ് ആണ്, നമ്മൾ സെക്ടേഴ്സ് ഒക്കെ പഠിക്കുന്നതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കാര്യം ഒക്കെ നമ്മൾ എവിടെ പഠിക്കുന്നതാണ്, ഇന്ത്യൻ എക്കോണമിയുടെ കേസിൽ പഠിക്കുന്നതാണ്. സോ നമ്മൾ കറണ്ടായിട്ട് വായിക്കുന്ന എല്ലാ കാര്യങ്ങളും മോസ്റ്റ്ലി ജനറൽ സ്റ്റഡീസ് ഭാഗത്തുള്ള ഇങ്ങനത്തെ സബ്ജക്ട് പോളിറ്റി, എക്കോണമി, ജോഗ്രഫി ആൻഡ് സം പാർട്സ് ഓഫ് ഹിസ്റ്ററി ഒക്കെ എന്താണ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റിക് പഠിക്കുന്ന അതേ കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് അഫെയർ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ശരിക്കും നമ്മൾ സ്റ്റാറ്റിക്കിൽ പഠിക്കുന്നത് തന്നെയാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി സ്റ്റാറ്റിക്കിൽ ഏത് ഭാഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് റിവൈസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ വിജയം ആക്ച്വലി ഒളിഞ്ഞിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ കറണ്ട് അഫെയറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക്
പേപ്പർ എങ്ങനെ വായിക്കണം എന്നറിയാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പേപ്പറിൽ എന്ത് ശ്രദ്ധിച്ച് വായിക്കണം എന്നറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് പേപ്പർ ഡീകോഡ് ചെയ്യേണ്ടതെന്നുള്ളത്, എന്താണ് പേപ്പറിൽ നിന്ന് നമ്മൾ ഓരോ ന്യൂസ് വായിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ മേലെ കൊടുത്തിരിക്കാം, നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ന്യൂസ് ഡിസെക്ട് ചെയ്ത്, ഒരു 3-4 ന്യൂസ് ഡിസെക്ട് ചെയ്ത് എത്തരത്തിൽ വായിക്കണം എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് വായിച്ചു നോക്കാം. സോ നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കറണ്ട് അഫെയർ എന്താണ്, അതിൻ്റെ വെയിറ്റേജസ് എന്താണ്, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണം, ഇത് സിമ്പിൾ ആണോ, എങ്ങനെ ആ സിംപ്ലിസിറ്റി നമ്മൾ മനസ്സിലാക്കണം, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ കറണ്ട് അഫെയറിനെ ഡീൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ മിഷൻ നമ്മൾ മറക്കാതിരിക്കുക. പ്രിലിംസിന് നമ്മൾ മിഷൻ 60 ആണ് എയിം ചെയ്യുന്നത്, അതേപോലെ മെയിൻസിന് നമ്മൾ മിഷൻ 120 ആണ് എയിം ചെയ്യുന്നത്. ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് പൂവണിയാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് അതിന് മുന്നോടിയായി നിങ്ങൾക്കൊരു ഫ്രീ ഡിഗ്രി ലെവൽ വർക്ക്ഷോപ്പ് നമ്മുടെ സക്സസ് മന്ത്രം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. KS മെന്ററിന്റെ മാജിക്, ദ 1 in 5 മാജിക്. ഇവിടെ പഠിച്ച 5-ലൊരു വിദ്യാർത്ഥിക്ക് എന്താണ് ഗവൺമെന്റ് ജോലി നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ അഭിമാനകരമായ നേട്ടമാണ്. സോ ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു സക്സസ് മന്ത്രയുടെ ചില ഗ്ലിംസസ് നിങ്ങൾക്ക് കാണാൻ നമ്മൾ ഫ്രീ ആയിട്ടൊരു ഡിഗ്രി ലെവൽ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അത് ജനുവരി 14-ാം തീയതി PMGയിലുള്ള പ്രശാന്ത് ഹോട്ടലിൽ വെച്ചിട്ടാണ്. സോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സോൾവ് ചെയ്യാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നമ്മൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ LSTS എക്സാമിനെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും നമ്മൾ നിവാരണം ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.